ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടച്ചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നുകാർ വന്നേ 2 എണ്ണം വേണ്ടി സ്പെഷ്യലി ദിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈന്റെങ്കിലും വരുമോ? നമ്മളെങ്ങോട്ടാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹഠാതെ ആകർഷിച്ചു. ഓഹോ, ഇവിടെ മാഷ് ഇവിടെ കിടക്ക്. ഞാൻ നേരെ പരാന്ന് വിളിക്കുമ്പോ വിളിക്കാം. നമോവാകാം. ആയിക്കോട്ടെ. എന്താ ഇന്ന് കോളൊന്നും കിട്ടിയില്ലേ? ഇല്ല, പക്ഷെ കടലിൽ കോള് കൊണ്ടിട്ടുണ്ട്. അപ്പുറത്ത് കാറ്റും വീശി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പോലെ കണക്ക് കടലാസ് ഒന്നും പറഞ്ഞുകൊണ്ട. നേരത്തെ പറഞ്ഞത് നന്നായി. അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ആശാനൊരു വെട്ട് ക്ലാസിന്റെ കാശില്ലേ? ഒരു ഉന്മേഷക്കുറവില്ലാത്തതുകൊണ്ട് ഒരു വല്ലായ്മ കുറവ്. ഓ, എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ. ആറാണിമുറ്റത്തെ പെണ്ണും ഏതോ ഒരു വരുത്തനുമായിട്ട് ഡിങ്കോൾപ്പിക്കാൻ. നിങ്ങൾക്കൊരു നാനാഭിമാനല്ലേ? നാനാഭിമാനല്ലേ? ചെന്ന് ചോദിക്കടാ. എന്താ ശ്രാങ്കേ, എന്താ പ്രശ്നം? എന്റെ പൊന്നു സാറേ, ഒന്നും പറയണ്ട. ഒരുത്തൻ ഒരു സിമ്പിൾ അപ്പൻ ഓഫീസിൽ കയറി പോകുന്നത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ കൊച്ചു വന്ന് കഥ കടിച്ച് പിന്നെ കഥ തുറന്നിട്ടില്ല. സമയം കുറേ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതെ, അവൾ ആറാണിമുട്ടത്തുകാരുടെ ആളല്ലേ. അവക്ക് തോന്നിയതൊക്കെ പറയാൻ പ്രവർത്തിക്കാം. ചോദിക്കാൻ ആരല്ലേ എന്ന് വെച്ച് നെരവികാട് ഞങ്ങൾ വെച്ച് ഉറപ്പിക്കല. ആദ്യം ഫ്രാങ്ക് പറഞ്ഞ നേരാണെന്ന് അറിയട്ടെ. ആദ്യം എന്താണെന്ന് അറിയട്ടെ. എന്താ കേറി നോക്കണോ അകത്ത്? എന്താ കാര്യം പറ. ആദ്യം ആളകത്തോണ്ടോ നോക്കട്ടെ, എന്നിട്ട് പറയാം. ആളോ? ഏതാള്? നിന്റെ മറ്റേവൻ. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കല്ലേ? ഇവിടെ നിങ്ങളിത് എവിടെ കൊണ്ടുപോകണേ? പാവം തളർന്നിറന്നു ഇറങ്ങിയിരുന്നു.
ഇതാദ്യത്തെ പ്രാവശ്യമാണോ അതോ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ? എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ കാര്യം എന്താ നിനക്ക് അറിയില്ല അല്ലടാ? ആ കുറച്ചേരം അതിനകത്ത് ഇടുന്ന ഇത്രയും വലിയ തെറ്റാണോ? നിനക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ ജീവൻ പണയം വെച്ച് പുറംകടലിൽ പോകുന്നവരെ ഞങ്ങള്. കരയിലെ നേരിന്നെറിയുന്നെത്തിക്കണതേ ഞങ്ങൾക്ക് വലിയ തെറ്റാണ്ട നായേ. എന്താ സംബന്ധം നിങ്ങൾ പറയുന്നത്? ഇയാളെ ഞാൻ അറിയ പോലുമില്ല. ഇനി ഇവിടെ ഒന്ന് ന്യായം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിടിച്ചറിയും. അവകാശ തർക്കത്തിന്റെ പേരിൽ ഇതിന്റെയൊക്കെ മേൽനോട്ടം കോടതി നിന്നെ ഏൽപ്പിച്ചു എന്ന് കരുതി ഇവിടെ കിടന്ന് അഴിഞ്ഞാടാൻ നോക്കിയാലുണ്ടല്ലോ. എന്താ മോളെ ഇതൊക്കെ? കരയിലെ ഏർപ്പാട് ഇതാണെങ്കിലേ പുറംകടലിൽ പോണ ബോട്ട് കൊണ്ടുവരുന്ന മീനായിരിക്കില്ല, പോണന്റെ ഒക്കെ ശവമായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ഉറപ്പാ, പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പില്ല. കാരണം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി എരണം കെട്ടുള്ളൂടെ കാലുകുത്തിയ അരിഞ്ഞ് കടലിൽ തള്ളും, പറഞ്ഞേക്കാം. ഇല്ല, ഇനി ഇവിടെ വരില്ല. അത് ഞങ്ങൾ ഏറ്റു. നാണം കെട്ട പരിപാടിയായി പോയി. ഹാർബറിൽ എവിടെയെങ്കിലും പോയി ഒരു പണിക്കാരനായിട്ട് കൂടിക്കൊള്ളാൻ പറഞ്ഞ പോയി പെണ്ണ് പിടിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അതുമായിട്ട് യാതൊരു ആത്മബന്ധവും ഇല്ലെന്ന്. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട, ഇവിടെ നിൽക്കുകയും വേണ്ട. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ശരിയാവില്ല. ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കളിയാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. എന്നാ പൊക്കോ, ഹാർബറിൽ ഏതെങ്കിലും പഴയ ബോട്ടി കുടിക്കോ. നിക്ക് ഇതാ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ. അയ്യോ, അമ്മേ, അമ്മേ, അയ്യോ, അയ്യോ, എന്നെ പങ്കായ കുരിശുമ കേട്ടില്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊന്ന് കടലിൽ താക്കരുത്. നിന്നെ കടലിൽ താത്തിയാ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസിനല്ല, കടലിൽ വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞ കൊച്ച, അതിന് പകരം വീട്ടിയതാ. എന്റെ മാഷേ, എന്റെ മാനം കളയല്ലേ. ഇപ്പൊ മാനം, ഇനി എന്റെ കൺമുന്നി വന്ന് പെട്ടാ നിന്റെ ജീവൻ പോകും. ആണുങ്ങളും വില കളഞ്ഞു. അമ്മേ, ആഹാരത്തിന് മുമ്പുള്ള ഗുളികയാ, ഇപ്പൊ തന്നെ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ മറക്കും. ഹാർബറിലെ കണക്കുകളൊക്കെ കൃത്യമായി വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോ നോക്കിക്കോളൂ. നീ പോവാണോ? എത്ര നാളായി അമ്മ പറയുന്നു നിനക്ക് ഇവിടെ താമസിച്ചൂടെ? നിന്റെ അനിയത്തി വരുമ്പോഴൊക്കെ അവളും ഇവിടെ നിന്നോട്ടെ. അത് വേണ്ടമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പറയാറുള്ളത്. മരിക്കുന്ന അന്നുകൂടി പറഞ്ഞു, ആറാണിമുട്ടത്തെ കാര്യസ്ഥപ്പണി മാത്രമേ നമുക്കുള്ളൂ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന്. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ വാക്കല്ലേ എങ്ങനെ തട്ടുക? കുമാരേട്ടാ, അപ്പോന് നേരെ നീർദോഷമുണ്ട്. സന്ധ്യക്ക് ഹോമിയോ മരുന്ന് കൊടുക്കണം. പാവം, അതിന് നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. ആഹാ, അത്രക്കായല്ലേ? അയ്യോ, ഇയാളെന്താ ഈ കാണിക്കണേ?
നോക്കണേ? ഇവിടെ ഇരിക്കണോ? അവർക്കൊന്നും ചിരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരുടെ ആശ തീർക്കാനേ അവർക്കറിയാം. എടോ താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങടാ. ഇറങ്ങാനാ? എങ്ങോട്ട് ഇറങ്ങാൻ? അങ്ങോട്ടാ. താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവും? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. ഇനി ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ് ഞാനവനെ അറിയൂല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോര്. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഇന്ദുവിന്റെ മറ്റവൻ. ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? കാര അങ്ങോട്ടല്ല ഫ്രാങ്കേ. അവനിക്കറിയാ. അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് പെടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ.